എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതോ അമ്പലത്തിലാണെന്നല്ലേ. ഒന്നുമല്ല കേട്ടോ, ഞാനിവിടെ BRS കൺവെൻഷൻ ഹാളിലാണുള്ളത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ ഞങ്ങളുടെ ചെറിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 10 days റോപ്പിൻ പ്രോഗ്രാം കഴിഞ്ഞ് ഇന്ന് വാലിഡിക്ടറി ഫംഗ്ഷനാണ്. അപ്പോൾ എല്ലാ ലേഡീസ് സ്റ്റാഫും വന്നിട്ടുണ്ട്. എല്ലാവരും ഇന്ന് കളർ ഡ്രസ്സിലാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ റൂമിന് ഭയങ്കര ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ എന്താ സംഭവം, സ്റ്റാഫുകൾ സ്റ്റുഡൻസിൻ്റെ കൂടെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രവി ഇവിടെ എന്താ ചെയ്യുന്നത്? അങ്ങനെ പിന്നെ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ബിസിയാണ്. അവർ ഫോട്ടോ എടുക്കുന്നു, നോക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ചീഫ് ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുട്ടികൾക്കുള്ള ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുക്കുമായിരുന്നു വിനോദ് സാറ്, നമ്മുടെ കൂടെയുള്ളൊരു ഫാക്കൽറ്റിയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അവരെത്തിയിട്ടുണ്ട്. നമ്മുടെ 2 ട്രെയിനീസാണ് MC ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, വേറെ ഒന്നിനുമല്ല. ഈ ഗസ്റ്റിനൊക്കെ ബൊക്കെയൊക്കെ കൊടുത്ത് അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളും അവിടെ പോയി നിൽക്കുന്നത്. പിന്നീട് എല്ലാ ഡിഗ്നിറ്ററീസും ഫ്രണ്ടിലോട്ട് വന്നിട്ട് ലാമ്പ് ലൈറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫങ്ഷൻ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഇൻവൊക്കേഷൻ സോങ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ നമ്മുടെ കൂട്ടത്തിലുള്ള 2 സ്റ്റാഫും പാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തു. വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നീട് ഇവരുടെ ഒരു പാട്ടും കഴിഞ്ഞപ്പോഴത്തേക്കും ഡിഗ്നിറ്ററീസിനെയൊക്കെ നമ്മൾ സ്റ്റേജിൽ കൊണ്ടുവന്നിരുത്തി. നമ്മുടെ MD, പിന്നീട് ഒരു ചീഫ് ഗസ്റ്റ്, നമ്മുടെ പ്രിൻസിപ്പളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അവരെ വെൽക്കം ചെയ്തു നമ്മളെല്ലാവരും. അതാണ് സംഭവം. ഈ ബൊക്കെയൊക്കെ കൊടുത്തിട്ട് നമ്മൾ വെൽക്കമൊക്കെ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും സ്പീച്ചും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ കുറേ പറഞ്ഞു. കുറേ പേര് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ റിപ്പോർട്ട് റീഡിംഗ് ഉണ്ടായിരുന്നു. പിന്നെ പ്രിൻസിപ്പൾ ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു നമ്മുടെ പിള്ളേർക്ക്. അതിനുശേഷം നമ്മുടെ ചീഫ് ഗസ്റ്റിൻ്റെ വക സ്പീച്ചായിരുന്നു. എന്താ പറയുക, നമ്മുടെ ഈ ISROനെ കുറിച്ചും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു. മീൻവൈൽ ഇവിടെ ഇങ്ങനെ കുറച്ച് പേരുടെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എൻജോയ് ചെയ്യണമല്ലോ. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഭയങ്കര ബോറിംഗ് അല്ലേ. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. പിന്നെ പൊതുവെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഇങ്ങനെ സ്പീച്ചിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കത്തില്ലല്ലോ. അതൊക്കെ കഴിഞ്ഞ് അത് ആക്ച്വലി കുറച്ച് പോർഷൻസ് ഞാൻ കേട്ടായിരുന്നു. അത്യാവശ്യം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് സ്പീച്ചായിരുന്നു. പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഒത്തിരി ബോറടിപ്പിച്ചില്ല പുള്ളിക്കാരൻ, അത് വേണമല്ലോ പറയാനായിട്ട്. അങ്ങനെ സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഡൺ. അതിനുശേഷം നമ്മുടെ MDയുടെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ സ്പീച്ചിനകത്ത് കുറേ സാധനങ്ങളൊന്നും ഓഡിബിൾ അല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇരുന്നത് ഏറ്റവും ബാക്കിലാണ്. അങ്ങനെ സ്പീച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇതിലോട്ട് മൂവ് ചെയ്തു. അതായത് നമുക്ക് ഈ റോപ്പിൻ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനെയും ഫെലിസിറ്റേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർക്കൊരു മൊമെൻറ്റോ കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു അടുത്തത്. അവരാരെയും വിട്ടില്ല, എല്ലാ ഫാക്കൽറ്റീസിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ അഡ്മിഷൻ ടീം മുതൽ ഇത് കോർഡിനേറ്റ് ചെയ്തവരെ, അതിൽ ക്ലാസ്സുകൾ എടുത്തവരെ ഒക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഹർഷക്കുട്ടിക്കും രഞ്ജുക്കുട്ടിക്കും മൊമെൻറ്റോ കൊടുക്കുകയാണ്. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, സംഭവം സൂപ്പറായിരുന്നു. പിള്ളേർ ഭയങ്കര കയ്യടിക്കലും വിസിലിങ്ങും ഒക്കെ ആയിട്ട് ഭയങ്കര പ്രോത്സാഹനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബിറ്റ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സൗമ്യ പ്രൈസ് വാങ്ങിക്കുന്നു, മൊമെൻറ്റോ വാങ്ങിക്കുന്നു. ഞാനിതാ കുണുങ്ങിപ്പോയി മൊമെൻറ്റോ ഒക്കെ മേടിച്ചു. ഇത്രയും ദൂരത്ത് നിർത്തുകൊണ്ട് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, കണ്ണടിച്ചു പോകുന്ന ക്ലാരിറ്റി ആയിരുന്നു അത്. നെക്സ്റ്റ് നമ്മുടെ ഏറ്റവും സീനിയർ ഫാക്കൽറ്റി GR സാറാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേർക്കെല്ലാം GRനെ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കരാട്ടെ മാസ്റ്റർ വന്നു, യോഗ മാസ്റ്റർ വന്നു, പിന്നീട് പ്രഭ മാഡം വന്നു. അതിന് ശേഷം നമ്മുടെ ഗസ്റ്റിനെ ഹോണർ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം മോസ്റ്റ് അവൈറ്റഡ് പ്രോഗ്രാം തുടങ്ങാൻ പോവാണ്, നമ്മുടെ കൾച്ചറൽസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയറിന് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു കുട്ടി MC ചെയ്യാനായിട്ട് സ്റ്റേജിലുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോഗ്രാം വന്നിട്ട് ഗേൾസിൻ്റെ ഒരു ഡാൻസ് ആയിരുന്നു. അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലായിരുന്നു.
അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സോളോ പെർഫോമൻസ് ഉണ്ടായിരുന്നു, 2 സോളോ പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഈ കാണുന്ന ഒരു പെർഫോമൻസും ഈ പെർഫോമൻസും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് ആയിരുന്നു, രണ്ടും സൂപ്പറായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ സ്റ്റാഫിൻ്റെയും കുട്ടികളുടെയും കൂടെ ഉള്ള ഒരു സോങ് ആയിരുന്നു കേട്ടോ. അടിപൊളി ഒരു മൈമോട് കൂടെ നമ്മുടെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതാ നമ്മളെല്ലാവരും കൂടെ ഇവിടെ ഗ്യാദർ ചെയ്തിരിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.